ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യം. അപ്പോൾ ദാവീദ് രാജാവ് അകത്തു ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞതെന്തെന്നാൽ, ഏതു സമയത്തും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഭാവമായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. ദൈവത്തെ ആരാധിക്കാൻ തനിക്ക് തൻ്റെ അധികാരമോ സ്ഥാനമോ ഒന്നും തടസ്സമായിരുന്നില്ല. പൊതുജനമധ്യേ പോലും നൃത്തം ചെയ്ത് താൻ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന് ഭാര്യയായ മീഖൾ അതിനെതിരെ ശബ്ദമുയർത്തിയിട്ട് കൂടെ ദാവീദിന്റെ മനോഭാവത്തിന് മാറ്റമുണ്ടായിട്ടില്ല. തന്നെ ആട്ടിടയനിൽ നിന്ന് രാജാധികാരത്തിൽ കൊണ്ടുവന്നത് ദൈവമാണെന്ന തികഞ്ഞ ബോധ്യത്തോടെയായിരുന്നു ദൈവത്തെ ആരാധിച്ചത്. മനുഷ്യൻ കാണുവാൻ വേണ്ടിയല്ല ദാവീദ് ദൈവത്തെ ആരാധിച്ചത് എന്നതിന്റെ തെളിവാണ് തൻ്റെ കൊട്ടാരത്തിന്റെ മുറിക്കുള്ളിൽ താൻ പലപ്പോഴും പ്രാർത്ഥനാ നിരതനായി എന്നത്. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ വായിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ താൻ ഒരു ദേവാലയം പണിയാൻ തീരുമാനിച്ചപ്പോൾ ദൈവം ദാവീദിന് ഒരു നിത്യഭവനം പണിയും എന്ന് വാഗ്ദത്തം നൽകി. ദേവാലയം തൻ്റെ മകൻ പണിയാൻ ദൈവം സംഗതി വരുത്തി. തന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾക്ക് താൻ അപാത്രനാണെന്ന താഴ്മയുള്ള ഹൃദയ മനോഭാവത്തോടെ മുറിക്കുള്ളിൽ മുട്ടുമടക്കുന്ന ദാവീദിനെ ഇവിടെ കാണുന്നു. ദൈവത്തോട് നമുക്കുള്ള വ്യക്തിപരമായ ബന്ധത്തിന് തെളിവാണ് മറ്റാരും കാണാത്തപ്പോഴും അറിയാത്തപ്പോഴും നാം ദൈവത്തെ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവവചനം ധ്യാനിക്കുന്നതുമെല്ലാം. നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെ, ഇനിയും നമുക്കായി വലിയ പദ്ധതികളുള്ള ദൈവത്തെ മറ്റാരും കാണാത്തയിടത്തും നമ്മുടെ മുറിക്കുള്ളിലും വണങ്ങി നമസ്കരിക്കാം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.